വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമുക്കിടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന പല വാർത്തകളും മുസ്ലിം സമൂഹത്തിനും അതുപോലെ തന്നെ മുസ്ലിം സമുദായങ്ങളെയും മുസ്ലിം നാമധാരികളെയും ഉന്നം വെച്ചുകൊണ്ട് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില അസാൻമാർഗികമായ പ്രവണതകൾ തീർച്ചയായിട്ടും നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യം എല്ലാ മതസ്ഥരും വളരെയധികം സൗഹാർദ്ദത്തോടുകൂടിയും അതുപോലെ തന്നെ വളരെയധികം സ്നേഹത്തോടുകൂടിയും പരസ്പരം വർത്തിക്കുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യത്ത് ഹിന്ദു സമുദായത്തിലുള്ള ആളുകൾ, അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ ഉള്ള ആളുകൾ ഉണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആളുകൾ, അതുപോലെ തന്നെ ധാരാളം വ്യത്യസ്തങ്ങളായ മതങ്ങളിൽ വിശ്വസിച്ച് ആ വിശ്വാസാചാരങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ വസിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർക്കിടയിൽ ഒരിക്കലും യാതൊരുവിധ അകൽച്ചകളോ അതുപോലെ തന്നെ അവർ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളോ സമൂഹത്തിൽ ഉണ്ടാകാറില്ല. ഓരോരുത്തരും അവരുടെ മതങ്ങളിൽ വിശ്വസിക്കുകയും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് അവർ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ നമുക്കിടയിൽ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത ഒരുപാട് ചിന്തകളും അതുപോലെ തന്നെ ഒരുപാട് ആശയങ്ങളും പലരും ഇന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെയധികം ദുഃഖകരമായ ഒരു വാർത്തയാണ്. കാരണം ഒരു മുസ്ലിമായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു കലാലയത്തിലേക്ക് അവർ കാലെടുത്ത് വെക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും അവർ ഉള്ളിലൊതുക്കിക്കൊണ്ട് ജീവിതത്തിൽ പാഠ്യവിഷയങ്ങളിൽ പുരോഗതി നേടാൻ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു കലാലയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ സമയത്ത് നിങ്ങളുടെ വിശ്വാസാചാരങ്ങൾ അത് പുറത്തു നിർത്തുകയും ഞങ്ങളുടെ കലാലയത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസങ്ങളെ പടിക്ക് പുറത്തു വെക്കുകയും നിങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരികയും ചെയ്യണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു യുക്തിരഹിതമായ ആശയമാണ്. ഇന്ന് സമൂഹത്തിൽ പലരും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും ഇത്തരം പ്രവണതകൾ നാം നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ മനസ്സകങ്ങളിൽ നിന്നും ഇത്തരം ചിന്തകളെയും ഇത്തരം അസാൻമാർഗികമായ പ്രവണതകളെയും തീർച്ചയായിട്ടും നാം തുടച്ചു നീക്കേണ്ടതുണ്ട്. ഈ സമൂഹത്തിൽ എല്ലാ മതസ്ഥരും ഒത്തൊരുമയോടുകൂടിയും അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തോടുകൂടിയും വർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും മോശമായ ചിന്തകളും അതുപോലെ തന്നെ ഇത്രയും മോശമായിട്ടുള്ള പ്രചരണങ്ങളും തീർച്ചയായിട്ടും നാം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം നാമധാരികളെയും അതുപോലെ തന്നെ ഓരോ മതസ്ഥരെയും ഉന്നം വെച്ചുകൊണ്ട് സമൂഹത്തിൽ പലരും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകളും അതുപോലെ തന്നെ വീഡിയോകളും നമുക്ക് നിരന്തരം കാണാൻ സാധിക്കുന്നു. എവിടെ നിന്നാണ് ഇത്തരം ആശയങ്ങൾ പ്രചരിച്ച് പലരും പടച്ചു വിടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവനായാലും അതുപോലെ തന്നെ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവനായാലും ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരായാലും അവരുടേതായിട്ടുള്ള ആശയാദർശങ്ങൾ എല്ലാവർക്കും വിശ്വസിക്കാൻ അവരുടെ ഹൃദയങ്ങളിൽ തീർച്ചയായിട്ടും അവർ പരസ്പരം ബഹുമാനത്തോടെയാണ് വർത്തിക്കേണ്ടത്. ഒരു മതത്തെയും ആരും ആക്ഷേപിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ഒരു മതവും മറ്റൊരു മതത്തെ ആക്ഷേപിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ആരെയും ആക്ഷേപിക്കാനോ വിമർശിക്കാനോ ഒരു മതവും തന്നെ പഠിപ്പിക്കുന്നില്ല. എല്ലാ മതവും പഠിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും പാഠങ്ങളാണ് എല്ലാ മതങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്.
പിന്നെ എങ്ങനെയാണ് ഇത്തരം ദുഷിച്ച ചിന്തകൾ സമൂഹത്തിലേക്ക് വരുന്നത് എന്ന് നാം അതിനെക്കുറിച്ച് പുനരാലോചനകൾ നടത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പൈശാചികമായ ഇത്തരം പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും മാറിപ്പോകേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയാതെ പോകരുത്.